ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക് ത്രൂ ദ സിറ്റി. അതായത് ഇവിടുത്തെ സിറ്റി സാഗ്രബ് സിറ്റി, ക്രൊയേഷ്യയിലുള്ള മെയിൻ സിറ്റിയാണ് സാഗ്രബ്. അപ്പോൾ അതിലൂടെ നമുക്കൊന്ന് നടന്നു വരാം. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോ കൂടെ. അതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ള് കാണണം. ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അതിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടറിയാനുണ്ട്. അപ്പോൾ പോയാലോ. Don't stop now. Sigue el ritmo. I'll show you how. Fuego en el aire. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ട്രെയിൻ സ്റ്റേഷനാണ്. അതായത് ഈ സാഗ്രബിലുള്ള മെയിൻ ട്രെയിൻ സ്റ്റേഷൻ. Baila sin parar. Shake your body, shine like stars. Baila, baila en el mar. Keep it going, no queda igual. ഇവിടെ ക്രൊയേഷ്യയിലുള്ള ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഈ കാണുന്നത്. ട്രാം എന്നാണ് പറയുക, ട്രാം തന്നെ. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ റോട്ടിൽ കൂടെ തന്നെയാണ് അതിൻ്റെ ട്രാക്കും വരുന്നത്. Shining down, pies descalzos on the ground. Latido fuerte, boom boom boom. Take me higher, feel the zoom. Ooh yeah, break it down, feel the sway. Cerca de mí, don't run away. Tempo beats, let's ignite. നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ സിറ്റിയിലെ സെൻറ്റർ. അതായത് ഈ സാഗ്രബ് സിറ്റീൻ്റെ ഹൃദയഭാഗം എന്ന് അറിയപ്പെടുന്ന സ്ഥലം. Your body shine like stars. Baila, baila en el mar. Keep it going, no queda igual. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇന്ന് ഒരുപാട് തിരക്കുമുണ്ട്, ഒരുപാട് ആൾക്കാരുള്ള സമയമാണെന്ന്. കൂടുതലുള്ള കപ്പിൾസാണ്. ഇത് കപ്പിൾസിൻ്റെ ഒരു ഏരിയ ആണ് ഇവിടെ വരുന്നത്. കൂടുതൽ പബ്ബ് കാര്യങ്ങൾ, ബാറുകൾ അങ്ങനത്തെ വരുന്ന ഒരു ഏരിയ ആണിത്. സിറ്റി എന്ന് പറഞ്ഞ മെയിൻ സെൻറ്റർ. കുറേ പേര് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. Baila sin parar. Shake your body, shine like stars. Baila, baila en el mar. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കാണുന്നത് മൊത്തം ബാറുകളും പബ്ബുകളും അങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ഈ സൈഡിലെല്ലാവരും ഇരുന്ന് കള്ളു കുടിക്കുക അങ്ങനത്തെ പരിപാടിയാണ് മൊത്തം. ഇങ്ങനെ ഈ ഏരിയ ഫുള്ള് എന്ന് പറഞ്ഞാൽ ബാറ് പബ്ബിൻ്റെ ഒരു ഏരിയ ആണ്. പിന്നെ ചെറിയ ചെറിയ ഐസ്ക്രീം ഷോപ്പ്, കബാബ് ഷോപ്പുകൾ അങ്ങനത്തെ സ്ഥലങ്ങളാണ്. കൂടുതൽ കപ്പിൾസാണ് ഇവിടെ കൂടുതൽ ഉണ്ടാവുക. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. അതായത് ചൈനീസ് ഫുഡ് മാത്രം കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. Ba 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 ba. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിരുന്ന ബാറിലെ ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ പിന്നെ എല്ലാവരും ബീർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കണ്ടല്ലോ. അപ്പം ഞാനും വാങ്ങിച്ചു 2 ബീർ, അവിടെ അങ്ങോട്ട് ഇരുന്നു. Can you feel? Move your body, it's so real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. Fuego en el aire, burning high. Feel the heat bajo el sky. Baila, baila sin parar. Shake your body, shine like star. Baila, baila. പിന്നെ കുറച്ച് പേർക്കുള്ള ഡൗട്ടാണ്, ഇവിടെ ക്രൊയേഷ്യ സിറ്റിയിൽ, അതായത് സാഗ്രബ് സിറ്റിയിൽ നമ്മളെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടോയെന്ന്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ട്. നമ്മളെ ഇന്ത്യൻ്റെ റെസ്റ്റോറൻറ്റാണ്. പക്ഷേ അവിടെ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരൊന്നല്ല നടത്തുന്നത് വേറെ ആൾക്കാരാണ്. അതായത് ഫിലിപ്പീൻസ്, നേപ്പാൾസ് അവരൊക്കെയാണ് നോക്കി നടത്തുന്നത്. അതുകൊണ്ട് നമ്മളെ നാട്ടിലത്തെ അതേ ഭക്ഷണം ആഗ്രഹിച്ച് വരുന്നവരുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഫുഡ്സ് കാര്യങ്ങളെല്ലാം കഴിക്കാൻ പറ്റും. ആ ഒറ്റ ഷോപ്പ് ഇവിടെ കാര്യമായിട്ടുള്ളൂ. പിന്നെയുള്ള നേപ്പാൾ മാർസ്, കാഠ്മണ്ഡു മാർസ് അതേമാതിരത്തുള്ള നേപ്പാൾ ഷോപ്പുകളാണ്. അപ്പോൾ സ്പൈസി ഐറ്റംസ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിൽ കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നേപ്പാൾ ഫുഡ് മാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളെന്നൊക്കെ പറയുകയാണെങ്കിൽ വലിയ ഗുണമെന്ന് പറയില്ല. കാരണം ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ കഴിക്കുന്ന പന്നി കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ കൂടുതൽ. ബണ്ണ്, ബർഗർ, പിസ്സ അങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ കൂടുതൽ.
അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന അതേ ഫുഡൊന്നും ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കാര്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആൾക്കാർ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാം വാങ്ങിച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. കുക്ക് ചെയ്യുക, വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പൈസ അധികം ആവില്ല. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ തന്നെ സാധനങ്ങൾ വാങ്ങിക്കുക, കുക്ക് ചെയ്യുക. അതായത് മസാല ഐറ്റംസ് എല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇനി അതെല്ലാം നമുക്ക് നാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാം, കുഴപ്പമില്ല. എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ. അതായത് നേപ്പാൾ മാർട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞ മാതിരി കാഠ്മണ്ഡു മാർട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മസാലാസ് എല്ലാം പലതും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. എന്നാലും കുറച്ച് സാധനങ്ങളുണ്ട് തീരെ കിട്ടാത്തത്. എക്സാമ്പിൾ കരിവേപ്പില അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്കിവിടെ കിട്ടില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കാം. ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ടിൽ ദെൻ നെക്സ്റ്റ് വീഡിയോ, ബൈ.